ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ മൗഊനിന്റെ പാരായണവും ഇദ്ഗാമും ബിഗുന്ന, ഇദ്ഗാമും ബിലാ ഗുന്ന എന്നീ നിയമങ്ങളിൽ വരുന്ന അക്ഷരങ്ങളെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം യാ, വാവ്, മീം, നൂൻ എന്നീ 4 അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരം വന്നാൽ അതിനെ മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്യുക, കൂട്ടിച്ചേർത്ത് ഓതുകയാണ് വേണ്ടത്. ഉദാഹരണം മയ്യഅമൽ, നൂനിൻ്റെ ശേഷം യാ വന്നു. ആ യാ വന്നുകൊണ്ട് ആ നൂനിനെ യായിലേക്ക് കൂട്ടിച്ചേർത്ത് മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. മയ്യഅമൽ. മീം വാൽ, സാക്കിന നൂനിന് ശേഷം വാവ് വന്നതുകൊണ്ട് ആ നൂനിനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിച്ചേർത്ത് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. മീം വാൽ. മിൻ നിഅമത്തിൻ, മിൻ സാക്കിന നൂനിന് ശേഷം നിഅമത്തിൻ അവിടെ നൂന് വന്നതുകൊണ്ട് ആ നൂനെ മറ്റേ നൂനിൽ കൂട്ടിച്ചേർത്ത് മണിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. മിൻ നിഅമത്തിൻ. മീം മാരിജിൻ, സാക്കിനാനു ശേഷം മീം എന്ന അക്ഷരം വന്നതുകൊണ്ട് ആ നൂനെ മീമിലേക്ക് കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതേണ്ടതാണ്. മിം മാരിജിൻ. ഇനി സാക്കിന നൂൻ്റെയോ തൻവീൻ്റെയോ ശേഷം ലാം, റ എന്നീ 2 അക്ഷരങ്ങൾപ്പെട്ട ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ മണിക്കാതെയാണ് കൂട്ടിച്ചേർക്കേണ്ടത്. ഇദ്ഗാമും ബിലാ ഗുന്ന എന്ന് പറയുന്നു. ഉദാഹരണം വലം യകുൻ ലഹു, യകുൻ ലഹു എന്നായിരുന്നു ഉണ്ടായിരുന്നത്, അവിടെ ഓതേണ്ടത് യകുൻ ലഹു. മിർ റബ്ബിഹിം, സാക്കിന നൂന് ശേഷം റ എന്ന അക്ഷരം അതുകൊണ്ട് മിർ റ എന്നാണ് പറയേണ്ടത്. മിൻ റ എന്നാണ് അവിടെ ഉള്ളത്. ചോദുമ്പോൾ അത് മണിക്കാതെ കൂട്ടിച്ചേർത്ത് മിർ റബ്ബിഹിം എന്നാണ് ഓതേണ്ടത്.